ഈ കഥ നടക്കുന്നത് AD 918 അന്ന് നടന്നതായി പറയപ്പെടുന്ന ഒരു യുദ്ധത്തെ അനുസ്മരിക്കുന്നതാണ് ചിറ്റൂരിലെ കൊങ്ങൻപട. അക്കാലത്ത് ചിറ്റൂർ വളരെ ഫലഭൂയിഷ്ഠവും വിഭവങ്ങളാൽ സമ്പന്നവുമായ ഒരു ദേശമായിരുന്നു. അതൊരു വ്യാപാര കേന്ദ്രം കൂടിയായിരുന്നു. പർവ്വതനിരകളിൽ നിന്നുള്ള ആളുകൾ, പ്രത്യേകിച്ച് ഇന്നത്തെ കോയമ്പത്തൂർ ജില്ലയുടെ ചില ഭാഗങ്ങൾ ഉൾപ്പെടുന്ന കൊങ്കു രാജ്യം, വ്യാപാരത്തിനായി പതിവായി ചിറ്റൂർ ഉപയോഗിച്ചിരുന്നു. ഏറ്റുമുട്ടലുകളാവട്ടെ സർവ്വസാധാരണമായിരുന്നു. ഇന്നത്തെ കൊങ്ങൻപട ഉത്സവത്തിൻ്റെ വേരുകൾ ഈ ഏറ്റുമുട്ടലുകളിൽ നിന്നാണ്. ഒരിക്കൽ കൊങ്കു രാജ്യത്തെ രാജാവ് ചിറ്റൂരിനെ ആക്രമിക്കാൻ തീരുമാനിക്കുകയും ഒരു അന്ത്യശാസനം അയക്കുകയും ചെയ്തു. ചിറ്റൂരിലെ ജനങ്ങൾ ഭയന്ന് ചിറ്റൂരിലെ ക്ഷേത്രത്തിലെ ദേവിയെ സമീപിക്കുന്നു. നായർ യോദ്ധാക്കളെ യുദ്ധത്തിൽ നയിക്കാൻ അവൾ സമ്മതിച്ചായി പറയപ്പെടുന്നു. ഇന്നത്തെ യുദ്ധങ്ങളിൽ നിന്ന് വ്യത്യാസമായി കൊങ്കു രാജാവ് യുദ്ധാചാരങ്ങളിൽ ഉറച്ചു നിന്നു. ഇത് ഭക്തർ തീക്ഷ്ണതയോടെ പുനർനിർമ്മിക്കുന്നു.